സത്യവാങ്മൂലങ്ങൾ 2007 ഒരു സത്യവാങ്മൂലം, 2016 മറ്റൊരു സത്യവാങ്മൂലം എന്നുള്ള കോൺട്രഡിക്ടറി സ്റ്റാൻസിനെ പറ്റി കോടതി പ്രത്യേകം നോക്കി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രഡിക്ടറി സ്റ്റാൻസ് എടുക്കുമോ എന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു റിവ്യൂ പെറ്റീഷനിൽ നിങ്ങൾ ആദ്യമേ എടുത്തിരുന്ന സ്റ്റാൻസ് ഒരു സർക്കാരിനെ പോലത്തെ ഒരു പാർട്ടിക്ക്, അല്ലാതെ ഏതൊരു പാർട്ടിക്കും റിവ്യൂ പെറ്റീഷനിൽ സ്റ്റാൻസ് മാറ്റി പറയാൻ സാധ്യമല്ല എന്നുള്ളതിനെക്കാട്ടിലും അത് അനുയോജ്യമല്ല. സാധാരണ കോടതി പ്രൊസീജിയറുകളിൽ അങ്ങനെ ചെയ്യാറില്ല. പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ ഒരു 5 അംഗ ബെഞ്ചിൽ നിങ്ങൾ എടുത്ത സ്റ്റാൻസിനെ ഒരു 9 അംഗ ബെഞ്ചിലേക്ക് നിങ്ങൾ മാറ്റി ആ സ്റ്റാൻസ് മാറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ അനുയോജ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ സർക്കാരിനുള്ള എബിലിറ്റി വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ചും നേരത്തെയുള്ള വിധിന്യായത്തിൽ, അതായത് 2018 വന്ന 5 അംഗ വിധിന്യായത്തിൽ ഈ കോൺട്രഡിക്ടറി സ്റ്റാൻസസ് ഉണ്ടെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അമൈക്കസ് ക്യൂറെ അപ്പോയിന്റ് ചെയ്യാം, എന്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ് എന്ത് സ്റ്റാൻസ് എടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ അമൈക്കസ് ക്യൂറെ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായത് ഈ സ്റ്റേറ്റിന്റെ കോൺട്രഡിക്ടറി സ്റ്റാൻസ് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു കോൺട്രഡിക്ടറി സ്റ്റാൻസ്, അത് രണ്ട് വ്യത്യസ്തമായ പൊളിറ്റിക്കൽ പാർട്ടികൾ ഭരിച്ചിരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് അന്ന് കോൺട്രഡിക്ടറി സ്റ്റാൻസ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളിപ്പോൾ ചർച്ച ചെയ്തത് ഒരേ പാർട്ടിയുടെ തന്നെ വ്യത്യസ്തമായ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസം കൊണ്ട് ഒരു സ്റ്റാൻസ് സുപ്രീം കോടതിയിൽ മാറ്റാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് അത് മാറ്റാനുള്ള സാധ്യതകൾ കുറവാണെന്നുള്ളതാണ് നിയമപരമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം ആദ്യമായിട്ട്. ഓക്കെ, അല്ല മാറ്റാനുള്ള ചാൻസസ് കുറവാണെന്ന് വെച്ചാൽ സർക്കാരിന് അങ്ങനെ കഴിയില്ല എന്നാണോ? ഗവൺമെന്റ് അതിൽ പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ഈ കാര്യത്തിൽ സർക്കാരിന്റെ നയവും നിലപാടും എന്താണെന്ന് സർക്കാരിനെ മാറ്റി പറയുന്നതിന് എന്തെങ്കിലും നിയമപരവും സാങ്കേതികവുമായ തടസ്സമുണ്ടോ? ഇല്ല, അനുയോജ്യമല്ല എന്നെങ്കിലും പറയേണ്ടിയിരിക്കുന്നു. സാങ്കേതികമായിട്ട് ഒരു മാർഗമില്ല. ഒരു സത്യവാങ്മൂലം സത്യം പറഞ്ഞാൽ ഈ കോടതി സർക്കാരിനോട് ചോദിച്ചിട്ടില്ല. ഈ റിവ്യൂവിൽ ഒരു സത്യവാങ്മൂലം മറ്റൊരു സത്യവാങ്മൂലം വേണം എന്ന് ചോദിച്ചിട്ടില്ല. റിവ്യൂ പെറ്റീഷനിൽ ഒരു റിട്ടൺ സബ്മിഷൻ കൊടുക്കാൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ഉള്ള പ്രൊസീഡിങ്ങിന്റെ കണ്ടിന്യൂഷനാണ് റിവ്യൂ. ഈ ഒരു ജഡ്ജ്മെന്റ് ഒരു കോടതി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ അതിന് റിവ്യൂ ചെയ്യണമോ വേണ്ടയോ എന്ന് മാത്രമാണ് നിങ്ങൾ ഒരു ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ടെക്നിക്കലായിട്ട് ഇത് ചെയ്യുന്നത് അനുയോജ്യമല്ല എന്നെങ്കിലും എനിക്ക് പറയാൻ സാധിക്കും. ഒരു തടസ്സം ഉണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര ആധികാരികമായിട്ടൊരു തടസ്സമൊന്നും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് പ്രത്യേകിച്ച് ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ ഉണ്ടെന്നും പറയാൻ സാധിക്കില്ല. ശ്രീറാം, ഞാൻ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ സർക്കാരിന് ഈ കാര്യത്തിൽ യുവതീ പ്രവേശനമാകാമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സർക്കാരിനോട് വീണ്ടും അഭിപ്രായം ചോദിക്കുക എന്നൊന്നില്ല, അങ്ങനെയാണോ? അതായത് ഓൾറെഡി സർക്കാരിന്റെ അടക്കമുള്ള ടേക്ക് എടുത്തതിന് ശേഷം കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ചോദിച്ചിട്ടില്ല ഒരു സത്യവാങ്മൂലം ചോദിച്ചിട്ടില്ല. ഈ 9 അംഗ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യുമ്പോൾ സർക്കാരിന്റെ അടുത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ പൊസിഷൻ എന്താണെന്നുള്ളത് ഓൾറെഡി 5 അംഗ ബെഞ്ചിന്റെ മുമ്പിൽ, കാരണം ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ 9 അംഗ ബെഞ്ച് ഒരിക്കലും ചർച്ച ചെയ്യുന്നില്ല, നിയമം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നിയമത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ അടുത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് കോടതി ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ പൊസിഷൻ എന്താണെന്നുള്ളത് ഓൾറെഡി ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വ്യൂ എടുത്തതിനെ പറ്റി ചെറുതായി വിമർശിക്കുക പോലും 2018 മുമ്പ് 2017 റെഫറൻസ് കോടതി ചെയ്തിരുന്നു. അപ്പൊ ഈ ഓൾട്ടർനേറ്റീവ് പൊസിഷൻ എടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റുകളെ സ്വതവേ വിമർശിക്കുക എന്നുള്ള സുപ്രീം കോടതിയുടെ ഒരു സാഹചര്യം ഒരു 9 അംഗ ബെഞ്ചിലൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് പൊസിഷൻ എടുക്കുന്നതിനെ പറ്റി അത് വിമർശനീയമായിരിക്കുമെന്നെങ്കിലും ഞാൻ പറയേണ്ടിയിരിക്കുന്നു.